നമുക്കിന്ന് ദേ ഈ കമ്മൽ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഡിസൈൻ ഒരു സ്റ്റിക്കി നോട്ടിലേക്ക് വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഞാൻ ഒരു OHP ഷീറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് B7000 ഗ്ലൂ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് നമുക്ക് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കണം. ഇത് സിൽവർ കളർ സ്റ്റോൺ ചെയിനാണ്, അതായത് അതിൻ്റെ ബേസ് സിൽവറാണ്, അതിൻ്റെ കല്ലിൻ്റെ കളർ വന്നിട്ട് വൈറ്റ് ആണ് കേട്ടോ. നല്ല ഷൈനിങ് ആണ്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഒരു സ്റ്റോൺ ചെയിൻ ഇങ്ങനെ തിളങ്ങുന്നത്. അപ്പോൾ അതിങ്ങനെ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഗ്യാപ്പ് ഒന്ന് മാറ്റിയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. വേണ്ട സൈസിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്യാപ്പില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണേ. ആ ഡിസൈനിലൂടെ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ ഡിസൈനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആ മുകളിലും താഴെയുള്ള ഡിസൈൻ കണ്ടോ, ഞാൻ ആദ്യം അങ്ങനെയായിട്ട് വിചാരിച്ചത്, പിന്നെ എനിക്ക് തോന്നി അതൊരു ഭംഗി ഉണ്ടാവില്ല എന്ന്. അതാണ് ഞാൻ ഈ ഒരു ഡിസൈൻ മാത്രം യൂസ് ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് ഒരു കുന്തൻ സ്റ്റോൺ ആണ്. ഇതിൻ്റെ ഫ്രെയിം ഞാൻ ഇളക്കിയെടുത്തു, കാരണം ഫ്രെയിമിൻ്റെ കളർ വന്നിട്ട് ഗോൾഡൻ കളറാണ്, നമ്മുടെ സ്റ്റോൺ ചെയിൻ വന്നിട്ട് ഒരു സിൽവർ കളറാണല്ലോ. അപ്പോൾ രണ്ടും കൂടെ ഒട്ടും മാച്ച് ഉണ്ടാവില്ല, ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ. അതാണ് കേട്ടോ ഞാൻ ഫ്രെയിം കളഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ സ്റ്റോൺ ചെയിൻ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓരോ സ്റ്റോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണേ. എന്നിട്ട് അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഒട്ടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് താഴ്ഭാഗത്ത് ഒട്ടിക്കാം. ഞാനിങ്ങനെ താഴെ ആ ഒട്ടിച്ചു കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ സ്റ്റോൺ ഗ്യാപ്പിലായിട്ടാണ് ഞാൻ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഓരോ സ്റ്റോൺ ഗ്യാപ്പിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ലുക്ക്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഉള്ളിലുള്ള പോർഷൻ ഉണ്ടല്ലോ, അവിടെയും ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഓരോ സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളുണ്ടല്ലോ ഓരോ സ്റ്റോൺ ഒട്ടിക്കുമ്പോൾ ഇടയിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഗ്യാപ്പ് ഇല്ലാതെ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അതായത് ആ മേലെ കൂടെ പോകുന്ന രണ്ട് സ്റ്റോൺസിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, കാരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട് ഇടയിൽ ആ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ, ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇത് കറക്റ്റ് അല്ല നിൽക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സാധനം വെച്ചിട്ട്, ഞാനിവിടെ കത്രിക യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാങ്ങിങ് പോർഷൻ. ഇനി സ്റ്റഡ് പോർഷൻ ചെയ്തെടുക്കാം. സ്റ്റഡ് പോർഷന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റോൺ ചെയിൻ തന്നെയാണ്. നമ്മൾ ഈ കമ്മൽ മിക്കതും സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു V ഷേപ്പിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകത്തും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫില്ല് ചെയ്യാണ്. പിന്നെ നമ്മൾ ഗ്യാപ്പില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഗ്യാപ്പില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റോൺ ചെയിനൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടും. 30 രൂപയൊക്കെയാണ് 1 മീറ്ററിനുള്ളൂ. അപ്പോൾ 1 മീറ്റർ പറയുമ്പോൾ ഒരുപാടുണ്ടല്ലോ, നമുക്ക് ഇത്തിരിയൊക്കെ മതി ഈ കമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മേലെയും താഴെയും കൂടെ ഒരു സ്റ്റോൺ ചെയിൻ്റെ സ്റ്റോൺ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ് പോർഷനും സ്റ്റഡ് പോർഷനും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആവാൻ വിടാം കേട്ടോ. ഡ്രൈ ആയതിന് ശേഷം വേണം നമുക്ക് കട്ട് ചെയ്യാൻ. നന്നായി ഡ്രൈ ആവണേ. അപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കുഞ്ഞു കത്രികല്ലേ, അതാണ് കേട്ടോ. നമുക്ക് ഈ വലിയ തടിയുള്ള കത്രിക ഒന്നും വെച്ചിട്ട് അത്ര വൃത്തിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഇതുപോലത്തെ കുഞ്ഞു കത്രികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തുമ്പ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഞാനപ്പോൾ ആ സ്റ്റോൺ ചെയിൻ്റെ നേരെ താഴെ ഇങ്ങനെ കട്ട് ചെയ്യുവാണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറെ ടൂളൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അഥവാ നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ കാണുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഉരുക്കി കൊടുക്കാം. അതായത് ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റൽ ചൂടാക്കിയിട്ട്, കത്തിയൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ആ ഒരു തള്ളി നിൽക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഉരുകി പൊക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇത്തിരി ക്ഷമയോട് കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് ടൈം എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ നമുക്കിങ്ങനെ സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്റ്റോണൊക്കെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും.
അപ്പോൾ അതേ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഔട്ടർ പോർഷൻ കട്ട് ചെയ്തത്. ഇനി ആ ഉള്ളിലുള്ള പോർഷനിലും നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചന്ദനത്തിരി വെച്ചിട്ട് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കത്രിക ഒന്ന് കയറ്റി മുറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതേ സുഖമായിട്ട് കത്രിക അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റാൻ പറ്റും. അപ്പോൾ ഇതുമാതിരി കത്രിക ഇടയിൽ കൂടെ കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ, നമുക്കിത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ താഴെ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ ഓരോ സ്റ്റോണിൻ്റെ മുകളിലും B7000 ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോ പേൾസ് ഒട്ടിച്ച് കൊടുക്കുകയാണേ. ആദ്യം ഞാൻ ഇങ്ങനെ തന്നെ വിടാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എനിക്ക് ആ പേൾസും കൂടെ ഒട്ടിച്ചപ്പോഴാണ് ഒന്നും കൂടെ ഭംഗിയായി തോന്നിയത്. ഈ പേൾസൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. നല്ല റേറ്റ് കുറവിൽ കിട്ടിയത്. ഒരു 6 സൈസ് എന്തോ ഉള്ള ഒരു പാക്കറ്റല്ല, ഒരു 6 പാക്കറ്റ് എനിക്ക് 60 രൂപ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നല്ല ലാഭമായിട്ട് തോന്നി എനിക്ക്. അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു ഹാങ്ങിങ് പോർഷൻ്റെ ബാക്കിലേക്ക് ഒരു ഐപ്പിനാണ് കേട്ടോ. ഞാൻ ഫുൾ ലെങ്ത്തിലാണ് വെച്ച് കൊടുക്കുന്നത്, കട്ട് ചെയ്യുന്നൊന്നുമില്ല. കാരണം ആ ഡിസൈനിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അത്. അപ്പോൾ ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്റ്റഡ് പോർഷൻ്റെ മുകളിലും ഒരു ഐപ്പിന് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു സ്റ്റഡ് ബേസും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഒക്കെ സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആവാൻ വിടാം. ഡ്രൈ ആയതിന് ശേഷം നമുക്ക് രണ്ടും കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഹാങ്ങിങ് പോർഷൻ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റഡായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമോ, അതുമാതിരി ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത് ഇട്ടിട്ടുള്ള ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.